ഇന്ന് ലോകം മുഴുവൻ ഒരു പരിഭ്രാന്തിയിലായിരിക്കുന്ന ഒരു ഘട്ടത്തിലും നമുക്ക് വളരെ ധൈര്യത്തോടെ സന്തോഷത്തോടെ കർത്താവിലുള്ള വലിയ പ്രത്യാശയോടെ നമുക്കിന്ന് ഈ രാത്രിയിൽ ദൈവവചനത്തിന്റെ ചുറ്റാകെ ആയിരിക്കാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ. And I want to thank God for this privilege. When the world is in turmoil, God has given us a peace in our heart to come together and listen to God's word. എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. So I want to greet all of you and convey our love towards to all of you. ഈ നമ്മൾ കടന്നു പോകുന്ന ഈ പ്രത്യേക സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു വാക്യം പല വേദികളിലും എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. In this time, there are many people who take certain scriptures from the scripture, from the Old Testament. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളാണ് ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കാവുന്ന വാക്യം. So in this particular time, there is a scripture from 2nd Chronicle chapter 7. So I believe that is an appropriate word for our time. അതിന്റെ 7-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ശലോമോൻ തന്റെ വാക്കുകളാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. When you read verse 13 and 14, we read the words of King Solomon. അതിന്റെ 13ന്റെ അവസാനം മുതൽ വായിക്കുന്നു, എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. And it's read from the latter portion of verse 13 onwards. If I send pestilence among my people, if my people who are called by name will humble themselves and pray and seek my face and turn away from their wicked ways, then I will hear from heaven and will forgive their sin and heal their land. നമുക്ക് ഈ രംഗം അറിയാം. ശലോമോന് ദൈവത്തിന്റെ ഒരു ആലയം ആദ്യമായിട്ട് പണി തീർക്കുന്നു. We know the context here. The King Solomon built the temple for the first time. ശലോമോന്റെ പിതാവായ ദാവീദിനായിരുന്നു ഒരു ദേവാലയം ദൈവത്തിനായി പണിയാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. But actually his father King David had a deep desire to build the temple for the Lord. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേക അരുളപ്പാടുണ്ടായി, നീ അല്ല നിന്റെ മകൻ ആണ് എനിക്ക് ആലയം പണിയേണ്ടത് എന്ന് പറഞ്ഞു. But God revealed to David saying that you are not going to build, but your son will build a temple for me. അതിന്റെ ഭാഗമായിട്ട് ദാവീദ് തന്റെ ജീവിതകാലത്ത് ഈ തന്റെ ഭാവനയിൽ ഉണ്ടായിരുന്ന തന്റെ സ്വപ്നമായിരുന്ന ഈ ദേവാലയത്തിന്റെ പണിക്ക് വേണ്ട സ്വർണവും മറ്റു കരുക്കളും എല്ലാം വേണ്ടത്ര ശേഖരിച്ചു വെച്ചു. Therefore, David during his lifetime he gathered everything which is needed in order to build the temple, gold and other materials. തനിക്ക് ശേഷം ശലോമോൻ രാജാവാകുമ്പോൾ ശലോമോനോട് പ്രത്യേകം പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്, നീ ദൈവത്തിന്റെ ആലയം പണിയണം, ഞാൻ അതിന് വേണ്ട കരുക്കളെല്ലാം സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. And we see it here when Solomon took over the kingdom, he told specifically saying that I have saved everything which is needed to build the temple of God. ദാവീദിന്റെ കാലഘട്ടം ഏറെക്കുറെ ആ സാമ്രാജ്യത്തിന് അടിത്തറ പാകാൻ വേണ്ടി ധാരാളം യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. During the time of David kingship, he had to fight a battle to establish his kingdom. എന്നാൽ തന്റെ പുത്രനായ ശലോമോന്റെ കാലം വന്നപ്പോൾ അവന്റെ പേര് പോലെ തന്നെ സമാധാനത്തിന്റെ ഒരു കാലമായിരുന്നു. But when his son King Solomon took over, as his name says, he had a peaceful time in the land. അതുകൊണ്ട് ശലോമോനാണ് ദൈവത്തിന്റെ ആലയം പണിയേണ്ടത് എന്ന ദൈവകൽപ്പന അനുസരിച്ച് അവന്റെ പിതാവ് കൽപ്പിച്ചതുപോലെയും ഒക്കെ ഇവിടെ ഇതിന്റെ 7-8 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവനൊരു ദേവാലയം പണിത് തീർക്കുന്നു. And as per the instruction given by the father, we read it in 2nd Chronicles 7 and 8 that he has built the temple for the Lord.
അതിനുശേഷം ദേവാലയം പണിതതിന് ശേഷം അന്ന് രാത്രി ശലോമോന് ദൈവം പ്രത്യക്ഷനാവുകയാണ്, സ്വപ്നത്തിൽ പ്രത്യക്ഷനാവുകയാണ്. After the temple being constructed, on that night God revealed to Solomon. അവിടെ തുടർന്ന് ദൈവം ശലോമോനോട് പറയുന്ന വാക്യങ്ങളുടെ ഒരു ഭാഗമാണ് അതിന്റെ 13-14 നമ്മൾ വായിച്ചത്. What we read in verse 13 and 14 is a passage portion where God was speaking to Solomon in the night. അപ്പൊ നോക്കുക, ഇത് ദൈവത്തിന്റെ തന്നെ വാക്കുകളാണ് നമ്മൾ ഈ വായിച്ചത്. So whatever we have read is God's word. നമ്മൾ പലപ്പോഴും ഈ പഴയ നിയമത്തിൽ വായിക്കുന്ന വാക്യങ്ങള് പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ളതാണ്, നമുക്ക് വലിയ പ്രസക്തമല്ല എന്നാണ് നമ്മൾ അബോധപൂർവമായിട്ടാണെങ്കിലും ഒന്ന് ചിന്തിച്ചു പോകുന്നത്. Sometimes unconsciously we believe whatever written in the Old Testament, it is for the Jews and not for the believers in the New Testament. എന്നാൽ വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ 14-ാമത്തെ വാക്യം എല്ലാ കാലത്തും പ്രസക്തമായ ദൈവത്തിന്റെ ആ നിലയിൽ മാറിക്കൂടാത്ത ഒരു പ്രമാണമാണ്. അത് ഇസ്രായേലിനും പ്രസക്തമാണ്, പുതിയ നിയമ ഇസ്രായേലായ നമുക്കും പ്രസക്തമാണ്. And the Bible scholar says what we read in verse 13 and 14, it's not only for the Israelite, it is even applicable for us. അതുകൊണ്ട് ഈ വാക്യങ്ങള് ഈ കാലഘട്ടത്തിൽ നമ്മളോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് എടുത്ത് നമുക്ക് ഈ രാത്രി വളരെ വേഗത്തിൽ ഈ കാര്യങ്ങളൊന്ന് നോക്കാം. And we must take it to our heart personally as God's word for us in our time. ഇവിടെ ഇതാ ദൈവം 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വരുന്നു, ദൈവം 3 നിലയില് ആളുകളോട് താന് ഒരു ന്യായവിധി നടത്താറുണ്ട് എന്ന് പറയുന്നു. In verse 13 says, in 3 ways God execute his judgment. ഒന്ന് അവിടെ 13-ന്റെ തുടക്കത്തിൽ പറയുന്നു, മഴ പെയ്യാതിരിക്കേണ്ടതിന് ആകാശം അടച്ചു കളയുക. The first thing we read here is God shut up heaven so that there is no rain in the land. രണ്ടാമത് അവിടെ പറയുന്നു, ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുക. The second thing is he command the locusts to devour the land. മൂന്നാമതായിട്ട് പറയുന്നു, എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുക. The third thing is he sent pestilence among his people. ലേവ്യ പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ ഇത് കൂടാതെ വേറെയും ഈ 3 എണ്ണം കൂടാതെ വേറെയും ദൈവം ജനത്തെ ന്യായം വിധിക്കുന്ന രീതികളെ കുറിച്ച് ലേവ്യ പുസ്തകം 26-ല് വിശദമായിട്ട് പറയുന്നുണ്ട്. And if you read Leviticus chapter 26, we will read more ways in which God sent his judgment upon his people when they disobey him. എങ്കിലും ആ കാര്യങ്ങളെ എല്ലാം കൂടെ സംക്ഷിപ്തമാക്കി 3 കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയാണ് മഴ പെയ്യാതിരിക്കുക, വെട്ടുക്കിളത്തിയെ വരുത്തുക, മഹാമാരി വരുത്തുക, ഇങ്ങനെ 3 രീതിയിൽ ഇടപെടും എന്നിവിടെ ശലോമോൻ ദേവാലയം പണിത് കഴിഞ്ഞപ്പോൾ കർത്താവ് ദൈവം ഇവിടെ തന്റെ രീതികളെ വ്യക്തമാക്കുന്നു. So whatever it is written, Leviticus 26 is summarized into 3 ways in which God sent his judgment. As God spoke to King Solomon, it is by shutting up the heaven. The second is by sending the locust. The third is sending pestilence. പ്രിയപ്പെട്ടവരെ, ഈ 3 എണ്ണത്തിൽ നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് ഈ 3-ാമത്തേതായ മഹാമാരിയുടെ ഒരു ഘട്ടത്തിലൂടെയാണ്. And among these 3, we are going through a time which is the third judgment, that is God sending pestilence among people. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർത്തു പോകും, ദൈവം ഈ നിലയിൽ മനുഷ്യനോട് ഇടപെടുമോ, മനുഷ്യനെ ശിക്ഷിക്കുമോ, ദൈവം കാരുണ്യവാനല്ലേ എന്ന് നമ്മൾ കരുതും. And when we read, it's difficult for us to accept because we believe God is a God of mercy. How God can allow this to happen to his creation? യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ലെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. And in the book of James chapter 1 verse 13 it says, God cannot be tempted by evil, nor does he tempt anyone. അവിടുന്ന്
നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുകയും ചെയ്യാത്ത ദൈവമാകുമ്പോൾ അവിടുന്ന് എങ്ങനെയാണ് ഈ മഹാമാരി പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു കണ്ണിൽ ചോരയില്ലാതെ ഇന്ന് ഈ ലോകത്തിന്റെ നേരെ അങ്ങനെ അനുവദിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. And as for the James chapter 1:13, they say God won't tempt us with evil. Then how God can allow this to happen, as so there is no mercy in God's eyes? പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ദൈവം ആ നിലയില് ദൈവത്തിൽ നിന്ന് ദോഷമായിട്ട് തിന്മയായിട്ടും ഒരു കാര്യം വരികയില്ല. Yeah, it is very clear, nothing evil will come from God. ദോഷമായ തിന്മയായ കാര്യങ്ങളെല്ലാം സാത്താനിൽ നിന്നാണ്, പിശാചിൽ നിന്നാണ് വരുന്നത്. Everything which is evil originate from devil. എന്നാൽ ദൈവം ചിലപ്പോൾ ആ പിശാചിന്റെ പ്രവൃത്തികളെ അനുവദിക്കുക ചെയ്യും എന്ന് നമ്മൾ ബൈബിളിൽ നിന്ന് കാണുന്നു. But the scripture clearly says God allows Satan to give evil among his people. നമ്മൾ പ്രത്യേകിച്ച് ഈ കാര്യം ഓർക്കുമ്പോൾ നമ്മൾ ഈ ഇയ്യോബിന്റെ ചരിത്രം ഓർത്തുപോകും. In this context, we remember the life of Job. ഇയ്യോബിന്റെ ജീവിതത്തിൽ തന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, പല അത്യാഹിതങ്ങൾ ഉണ്ടായി. ഇതിന്റെ എല്ലാം തുടക്കക്കാരൻ അത് ചെയ്തത് ആരാണ്? In the life of Job, he lost his property, he lost his children, and who has initiated this? അതെല്ലാം സാത്താനിൽ നിന്നാണ് ആ തിന്മയായ കാര്യങ്ങൾ വന്നത്. So all this calamity which has came from Satan, he is the one who has initiated. എന്നാൽ ദൈവം അത് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ആ കാലഘട്ടത്തിൽ അനുവദിക്കുകയായിരുന്നു ചെയ്തത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. From the book of Job, it is very clear at that time God allowed Satan to do this against his servant with a specific purpose. നമ്മള് ദൈവം ചിലത് അനുവദിക്കും. It is true, God allows certain things. നമ്മള് 2 ശമൂവേൽ 24-ാമത്തെ അധ്യായത്തില് ആ നിലയിൽ നമുക്കൊരു വാക്യം കാണാനായിട്ട് കഴിയും. So in this context we can see a verse from 2 Samuel chapter 24. അവിടെ 24-ാമത്തെ 2 ശമൂവേൽ 24-ന്റെ തുടക്കത്തിൽ യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു, നീ ചെന്ന് ഇസ്രായേലിനെ യഹൂദയെ എണ്ണുക എന്ന് അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു. And in 2 Samuel chapter 24 verse 1, again the anger of the Lord was aroused against Israel, and he moved David against them to say, go number Israel and Judah. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുക ദൈവം ആണ് ദാവീദിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു തോന്നല് കൊടുത്ത് ഈ നിലയിലുള്ള വലിയ പ്രശ്നം ഉണ്ടാകാൻ ആ അധ്യായത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഉണ്ടാകാൻ നിമിത്തമായത് ദൈവമാണ് എന്ന് നമ്മൾ കരുതും. And when we read, we might think that why the anger of the Lord arose Israel, because God moved David to number Israel and Judah. എന്നാൽ സത്യത്തിൽ നമ്മൾ തിരുവഴുത്തിനോട് താരതമ്യം ചെയ്യുമ്പോൾ 1 ദിനവൃത്താന്തം 21-1 നമ്മൾ വ്യക്തമായിട്ട് കാണുന്നു സാത്താനാണ് ദാവീദിനെ അങ്ങനെ തോന്നിച്ചത്. But if you compare scripture with scripture, if you read 1 Chronicle chapter 21 verse 1, it says Satan is the one who moved David to number Israel. സാത്താനാണ് ദാവീദിനെ ഈ നിലയിലെ ജനത്തെ എണ്ണാനും അതിനെ തുടർന്ന് അവരുടെ ഇടയിൽ ഒരു വലിയ മഹാമാരി വരാനും ഒക്കെ ബന്ധപ്പെടുത്തിയത്, തോന്നിച്ചത് സാത്താനാണ്. It is a Satan who put this desire into the heart of David to number, and finally God's anger fell upon his people. അപ്പോ ഈ തിരുവഴുത്തിനെ നമ്മൾ തിരുവഴുത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, സാത്താൻ അങ്ങനെ തോന്നിച്ചു, ദൈവം അത് അനുവദിച്ചു. And when we compare scripture, where we see that it's Satan who initiate and God allowed it. കണ്ടോ, ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യമേ ഉള്ളൂ. ഇന്ന് ഈ മഹാമാരി ഇത് ദൈവം കൊണ്ടുവന്ന്, ദൈവം എന്തിനാണ് ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ ഈ മരണങ്ങളൊക്കെ അനുവദിക്കുന്നത്
ദൈവം എന്തിനാണ് ഇങ്ങനെ മനുഷ്യനെ ന്യായം വിധിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ തുടക്കം ആരിൽ നിന്നാണ്? തിന്മയായതെല്ലാം പിശാചിൽ നിന്നാണ്. എന്നാൽ ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ അവനെ അതിന് അനുവദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. Yeah, some of us among us can think that how God, without mercy in his eye, could allow this tragedy to happen among his people and allow many people to die. But the scripture, as we read, it is so clear that it is the devil who initiated and God allowed it. ദൈവം ഇത് അനുവദിച്ചതിന് തന്റേതായ കാരണങ്ങളുണ്ട്. And there is a reason in which God allowed it. He has an eternal purpose behind it. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. 2 ദിനവൃത്താന്തം അതിന്റെ 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എന്ന് പറഞ്ഞ് അതിന്റെ കാരണങ്ങളിലേക്ക് ദൈവം പോവുകയാണ്. And when we read 2 Chronicle chapter 7 verse 14, it says, if my people who are called by name, and before that it says about God sending pestilence among my people. അവിടെ അങ്ങനെ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എന്താ വേണ്ടത്? എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയും എങ്കിൽ. And God saying that if my people who are called by my name will humble themselves, pray and seek my face and turn from their wicked ways. അങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? ദൈവം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് കേട്ട് പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊടുക്കും. And it says, if they do it, I will hear from heaven, I will forgive their sin and I will heal their land. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇങ്ങനെ ഒരു മഹാമാരി വരുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ദേശത്തിന് എന്ന് സൗഖ്യം വരും എന്നാണ് കാത്തിരിക്കുന്നത്. When this calamity has come, people are eagerly waiting when there will be an end to this calamity. ഈ ദേശത്തിന് സൗഖ്യം വരണമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഈ വാക്യം അനുസരിച്ച് as per this verse, if the healing have to come to the nation, who should be responsible? ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അവരുടെ ദുർമാർഗങ്ങളെല്ലാം വിട്ട് തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുക, അങ്ങനെയാണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? Is it written here that all world should repent of their sin and turn to God? നമ്മൾ പലപ്പോഴും അങ്ങനെയാ പ്രതീക്ഷിക്കുന്നത്. And many times we expect that way. എന്നാൽ ഇവിടെ ലോകം മുഴുവനും കൂടെ അങ്ങനെ ദുർമാർഗമെല്ലാം വിട്ട് തിരിയും എന്നത് അങ്ങനെ ദൈവം പോലും ആ നിലയിൽ പറയുന്നില്ല. മറിച്ച് ആരാണ് ഈ രംഗത്ത് ഉത്തരവാദിത്വം വഹിക്കേണ്ടത്? എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനമാണ്. And God himself never says that entire world should repent and turn to him, but rather it says the people who call upon my name should humble themselves and repent and turn to God. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് നമ്മളെ കുറിച്ചാണ് അല്ലെങ്കിൽ നമ്മെ പോലെയുള്ള ആളുകളെ കുറിച്ചാണ് എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം എന്ന് പറയാൻ കഴിയുന്നത്. As it mentioned here, my people who call upon my name are God's people. Who are we? നമ്മൾ ചുരുക്കം പേരായിരിക്കും. ഗോവയിൽ ഒരുപക്ഷെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. ലോകം നിങ്ങളെ ആ നിലയിൽ ഒരു എണ്ണത്തിൽ വലുതായിട്ട് കാണുന്നുണ്ടാവില്ല. പക്ഷെ ദൈവം എന്താ പറയുന്നത്? എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം അത് ഇവരാണ്. And we may be few in Goa, the world may not see it in that way, but God sees us as few among his people who call upon his name. പ്രിയപ്പെട്ടവരെ, ദൈവം എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം എന്ന് നമ്മളെ എണ്ണുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ സമയത്ത് നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഈ വാക്യം വ്യക്തമാക്കുന്നത്. If God is addressing us as my people who are called upon my name, then God is holding us with a responsibility. എന്താ ഇവിടെ പറയുന്നത്? എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം 4 കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ ഞാൻ 3 കാര്യങ്ങൾ ചെയ്യും.
അങ്ങനെയാണ് ദൈവം പറയുന്നത്. And it says that my people who call upon my name, if they do 4 things, then I will do 3 things for them. എന്റെ ജനം എന്താ 4 കാര്യങ്ങൾ ചെയ്യേണ്ടത്? 1 താഴ്ത്തുക, 2 പ്രാർത്ഥിക്കുക, 3 ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക, 4 ദുർമാർഗങ്ങളെ വിട്ട് തിരിയുക. And what my people who should do it, one is they humble themselves, second is they should pray, third is they should seek his face, fourth is they should turn away from their wicked ways. അങ്ങനെ ചെയ്താൽ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം 3 കാര്യങ്ങൾ ചെയ്യും. ക്ഷമിക്കും, സ്വർഗത്തിൽ നിന്ന് കേൾക്കും, പാപം ക്ഷമിക്കും, ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. And when God's people does that, God said, I will hear from heaven, I will forgive their sin, and I will heal their land. ദൈവം ദേശത്തിന് സൗഖ്യം വരുത്തുമ്പോൾ അത് ലോകം മുഴുവൻ മനസ്സിലാക്കും. And when God healed the land, the entire world will come to know. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് നടന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയില്ല. But they will never understand why this has happened, the healing to the land. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ കാലഘട്ടത്തിൽ ഈ ദേശത്തിന്, ഈ രാജ്യത്തിന്, ഈ ലോകത്തിന് സൗഖ്യം, അതിനായിട്ടുള്ള ഉത്തരവാദിത്വം എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം എന്ന നമുക്കാണ്. And if the nation have to receive the healing, then the responsibility should come upon people who call upon the name of the Lord. That is we. നാം എന്താ ചെയ്യേണ്ടത്? നാം നമ്മെ തന്നെ താഴ്ത്തണം, പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം, ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം. And what we should do it, we should humble ourselves, we should pray, seek his face, and turn away from our wicked ways. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നല്ല, പക്ഷെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉത്തരവാദിത്വം നമ്മളെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. And I'm not saying that why this pestilence has come upon our land, not because of our sin, but if the land have to receive the healing, then we should hold the responsibility. ഒന്നാമത് ഇവിടെ പറയുന്ന കാര്യം തങ്ങളെ തന്നെ താഴ്ത്തുക എന്നുള്ളതാണ്. And the first primary thing God is saying, we need to humble ourselves. പ്രിയപ്പെട്ടവരെ, നമ്മള് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് വിളിക്കുന്ന ദാവീദ് ഇത്തരം ഒരു രംഗത്ത് തന്നെ താഴ്ത്തിയപ്പോൾ ഇസ്രായേലിനെ വിട്ട് മഹാമാരി മാറിപ്പോയ ഒരു രംഗം നമുക്ക് പഴയ നിയമത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. And God's word says about David is a man after God's own heart, and we know there is an incident when God struck his people with a pestilence. David humbled himself, and that has made God to reluctant to send further judgment upon his people. നമ്മൾ നേരത്തെ വായിച്ച 2 ശമൂവേൽ അതിന്റെ 24-ാമത്തെ അധ്യായത്തിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. And that incident is mentioned in 2 Samuel 24 towards the end of that chapter. അവിടെ 24-ന്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചു, ദാവീദിന്റെ ഹൃദയത്തില് സാത്താൻ തോന്നിച്ചതനുസരിച്ച്, ദൈവം അനുവദിച്ചതനുസരിച്ച് അവൻ ആ ജനത്തെ എണ്ണാനായിട്ട് ആരംഭിച്ചു. And there we read in chapter 24 that God moved David's heart to number against Israel, but in other portion we saw that it is the devil who has initiated. പ്രിയപ്പെട്ടവരെ, അവിടെ ദാവീദ് ആ നിലയിൽ ജനത്തെ എണ്ണാനായിട്ട് തുടങ്ങിയപ്പം യോവാബിനെ പോലുള്ള അവന്റെ സേനാധിപതി പോലും പറഞ്ഞു, രാജാവേ, അത് വേണ്ട, അത് ഒരു തരം നിഗളത്തിന്റെ ലക്ഷണമാണ് എന്ന് വ്യക്തതയോടെ യോവാബ് അവിടെ പറയുന്നുണ്ട്. And when David was about to number the army leader Joab said, don't do it, it's an act of pride. നമുക്കറിയാം, ദാവീദിന്റെ ജീവിതത്തിൽ ഉടനീളം പലവിധ പ്രയാസങ്ങളിലൂടെയാണ് താനെ കടന്നുപോയത്. And we know that throughout the early life of David, he went through a lot of trials. ഒന്നിനു പുറമെ ഒന്നായിട്ട് യുദ്ധങ്ങള്, പല നിലയിലുള്ള പ്രയാസങ്ങള് ഒക്കെ തന്റെ ജീവിതത്തിൽ കടന്നുപോയി. And David had to go through many, he have to battle many war, he have to face many problems in life one after another.
എന്നാൽ ജീവിതത്തിന്റെ സായാഹ്നത്തിലെത്തിയപ്പോഴേക്കും കാര്യങ്ങളെല്ലാം ശരിയായി. താന് ആ നിലയില് ഒരു മുടിചൂടാ മന്നനായിട്ട്, വലിയ രാജാവായിട്ട് അങ്ങനെ താന് വാഴുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നു. But when he came to the end of his life, everything was going smoothly and he was reigned over the kingdom for some time and he began to relax. അപ്പോ താൻ വിചാരിച്ചു, താൻ ആരെയൊക്കെയാണ് ഭരിക്കുന്നത്, ഇസ്രായേൽ ഗോത്രങ്ങളിൽ മൊത്തം എത്ര പേരുണ്ട്, ഒരു ജനസംഖ്യ കണക്കെടുക്കാം എന്ന് വിചാരിച്ച് ആ ഗോത്രങ്ങളെ മുഴുവൻ എണ്ണാനായിട്ട് ഇതാ യോവാബിനെയും ഒക്കെ ആ നിലയില് ചുമതലപ്പെടുത്തുന്നു. And all of a sudden, David had that thought in heart and he want to number each member from different tribe and he want to know how many people he is ruling. അതിന്റെ പിന്നിൽ അടക്കി പിടിച്ച ഒരു തരത്തിലുള്ള ഒരു ഉന്നത ഭാവമുണ്ട് എന്നുള്ളത് മനസ്സിലാകും. യോവാബിന് പോലും അത് മനസ്സിലായി. And Job understood that the motive behind such an thought is act of pride. അതുപോലെ തന്നെ നമ്മൾ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളിൽ നമ്മളെ ജനസംഖ്യ എടുക്കുമ്പോൾ ആളൊന്നിന് 1/2 ശേക്കൽ വെള്ളി വീതം അങ്ങനെ കൊടുത്തു വേണം ചെയ്യാൻ എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ദൈവം മോശയിലൂടെ ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. And through Moses, God mentioned in Exodus chapter 30, it says at verse 13, that is, if anyone among those who number shall give half a shekel according to the shekel of the sanctuary, the half shekel shall be an offering to the Lord. എന്നാൽ ആ ദൈവിക പ്രമാണം ഒന്നും പാലിച്ചതായിട്ട് ഇവിടെ നമ്മൾ കാണുന്നില്ല. But here we don't see David is obeying the law God gave it through his servant Moses. ദാവീദിന്റെ ഹൃദയത്തിൽ താൻ ഒരു വലിയ ജനത്തെയാണ് ഭരിക്കുന്നത്, അവരുടെ എണ്ണമൊക്കെ എടുത്ത് ജീവിത സായാഹ്നത്തിൽ ഒന്ന് സ്വയം അഭിനന്ദിക്കാനുള്ള ഒരു ത്വരയാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. And David knew that he is being a king over a large number of people and he want to count the number and have a feel over that. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ദാവീദ് ദൈവവചനം അറിയാവുന്ന ആളും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനുമായതുകൊണ്ട് അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ജനത്തെയൊക്കെ എണ്ണിയ ശേഷം അവന്റെ ഹൃദയത്തിൽ തന്നെ ഒരു കുത്തുകൊള്ളുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കും. In 2 Kings chapter 24, there we read, after he has done this, 2 Samuel 24, there we read that after David done this, it says that his conscience began to prick because he was a man after God's own heart. തുടർന്ന് ഗാദ് അവിടെ ദൈവത്തിന്റെ ഗാദ് പ്രവാചകൻ ദാവീദിന്റെ അടുത്ത് വന്ന് താൻ ചെയ്ത തെറ്റിന് പരിഹാരമായിട്ട് 3 ന്യായവിധികള് സംഭവിക്കും എന്ന് അവനോട് പറയുന്നു. And after that, the seer God came and told, there are 3 things God is going to do it because of your action. 24-13 വാക്യം നോക്കുക. Let's look at chapter 24, verse 13. അവിടെ ഒന്നുകിൽ നിന്റെ ദേശത്ത് 7 സംവത്സരം ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം ശത്രുക്കൾ നിന്നെ പിന്തുടരുക, അല്ലെങ്കിൽ 3 ദിവസത്തെ മഹാമാരി. 3 കാര്യങ്ങളാണ് ഗാദ് പ്രവാചകൻ ദാവീദിന്റെ മുൻപിൽ തെരഞ്ഞെടുപ്പിനായി വെക്കുന്നത്. Which is verse 13, 24 verse 13 we read where God is saying, God came to David and told him, shall 7 years of famine come to you in your land, that is the first, or you shall flee 3 months before your enemies, the third is 3 days plague in your land. 14-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഇതിന്റെ മുമ്പാകെ ഏതായാലും ശത്രുക്കളുടെ കയ്യിൽ വീഴാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഞാന് യഹോവയുടെ കയ്യിൽ തന്നെ വീഴാം, ഈ 3 ദിവസത്തെ മഹാമാരി എന്നുള്ള ആ ശിക്ഷ താനെ തെരഞ്ഞെടുക്കും. And out of this 3 punishment which God offered to him, he decided not to fall into the hand of his enemy. Rather, he chose the last option, that is 3 days of plague in the land. തുടർന്ന് ആ 3 ദിവസത്തെ മഹാമാരി ജനത്തിന്റെ മധ്യത്തിൽ ദൈവം അയക്കുന്നു. And later we read, God sent the plague upon Israel. അവിടെ
70,000 പേര് മഹാമാരിയിൽ 3 ദിവസം കൊണ്ട് മരിച്ചു വീഴുന്നു. And within 3 days, due to this plague, 70,000 people died. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നിട്ട് ഈ ദൂതൻ, മഹാമാരിയുടെ ദൂതൻ യെരുശലേം നഗരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് വരുമ്പോൾ, ഇവിടെ ഇതാ ദാവീദ് തന്നെ താഴ്ത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. And if you read verse 16, now the angel stretched out his hand over the Jerusalem to destroy it. And it says that David humbled himself. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ജനത്തെ ബാധിക്കുന്ന ആ ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഈ ആടുകൾ എന്ത് ചെയ്തു? നിന്റെ കൈ എനിക്കും എന്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് അവൻ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. And in verse 17 we read how David humbled himself by saying, surely I have sinned, I have done wickedly, but these sheep, what have they done? Let your hand, I pray, be against me and against my father's house. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത കുറ്റങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്വം നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യത്തിൽ നമ്മളെ തന്നെ താഴ്ത്തിയാലേ പറ്റുള്ളൂ. And if we want to take the responsibility of the sin we have committed, then we need to humble ourselves. അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളുടെ മുമ്പാകെ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചില സാഹചര്യങ്ങൾ ചില നിലയിൽ വരാം. അതിന്റെ മുമ്പാകെയും നമ്മളെ തന്നെ താഴ്ത്തണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ഒന്നാമത് ആഗ്രഹിക്കുന്നത്. And in our life, certain situation can arise not because of our sin, but in those moments God wants us to take the responsibility and humble ourselves. നമ്മളെ ഈ ഭാഗം നിങ്ങൾക്കറിയാം. ഇവിടെ ദാവീദ് ആ ദൂതനെ കണ്ട ആ സ്ഥലം, അതാണ് ഒർന്നാന്റെ കളം എന്ന് പറയുന്ന ആ സ്ഥലം. അത് ദാവീദ് വാങ്ങിക്കുന്നു. അവിടെയാണ് ശലോമോൻ പിന്നീട് ഈ ദേവാലയം പണിയുന്നത്. And the place where David met is at the threshing floor of Arna the Jebusite. ദാവീദ് ആ സ്ഥലം വാങ്ങി, ആ സ്ഥലമാണ് ശലോമോൻ പിന്നെ ദേവാലയം പണിയാനായിട്ട് ഉപയോഗിക്കുന്നത്. The place where David met the angel is the place which belonged to the Arna of Jebusite, and finally David purchased that place. ശലോമോൻ ആ സ്ഥലത്ത് ദേവാലയം പണിതതിനു ശേഷം പ്രാർത്ഥിക്കുമ്പോഴാണ് താന് ദൈവത്തിന്റെ ഈ അരുളപ്പാടുണ്ടാകുന്നത്, നിങ്ങളെ എന്റെ ജനം, എന്റെ നാമം വിളിപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം എന്നുള്ള കാര്യം അവിടെ ഒന്നാമത് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇതിനോടുള്ള ബന്ധത്തിലാണ്. And this is the place where David purchased. That is the place finally David built the temple for the Solomon built the temple for the Lord. And in there only God appeared to him by saying, the people who call upon my name, if they humble themselves, God will hear from heaven and he will heal the land. കണ്ടോ, ദാവീദ് തന്നെ താഴ്ത്തിയ അതേ ഇടം ദൈവത്തിന്റെ ആലയത്തിനായിട്ട് ദൈവം തെരഞ്ഞെടുക്കുകയും അവിടെ ശലോമോന് പ്രത്യക്ഷനായിട്ട് പറയുന്നു, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം ഒന്നാമത് തങ്ങളെ തന്നെ താഴ്ത്തുകയാണ് വേണ്ടത്. The place where David humbled himself, that is a place God has chosen and allowed Solomon to build it. And that's a place God appeared to Solomon by saying, my people, if they humble themselves and pray and seek my face. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, താഴ്മയെന്ന് പറയുന്നത് ദൈവപ്രവൃത്തിയെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രാഥമികമായ ഒരു നിലപാടാണ്. And humbling oneself is the very basic thing which can bring God towards our life. ദാവീദ് ഇവിടെ സ്വന്തം നിഗളത്തിൽ നിന്നാണ് തന്നെ താഴ്ത്തിയത്, അത് ശരിയാണ്. Here David has humbled himself from his pride. That is true. എന്നാൽ ചിലപ്പോൾ നമ്മുടെ ഒരു നിഗളമായിരിക്കണമെന്നില്ല. ചില സാഹചര്യങ്ങളുടെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തുകയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. In a certain situation, it may not be due to our pride, but God might expect in certain situation He allowed in our life that where we need to humble ourselves.
ചില ആളുകള് നമ്മളോട് മോശമായിട്ട് പെരുമാറുകയും ആ നിലയിൽ നമ്മളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. അവിടെയും നമ്മളെ തന്നെ താഴ്ത്തണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. There are situations certain people can mistreat us and treat it very badly. And in those moments, God wants us to humble ourselves before Him. പ്രിയപ്പെട്ടവരെ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം പൗലോസിന്റെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ്. If you read Colossians chapter 4, verse 1, that is a part of Paul's prayer. കൊലോസ്യർ 1:11 വാക്യം. 1:11. Yeah, sorry, it is Colossians chapter 1, verse 11. It's a prayer of Paul. അവിടെ നമ്മൾ കാണുന്നത് സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. It says, strengthen with all might according to his glorious power for all patience and long suffering with joy. ഇവിടെ കണ്ടോ, ഇവിടെ എന്താ പറയുന്നത്? അവിടെ പൂർണ്ണ ശക്തി, മൈറ്റ്, ബലം, അതുപോലെ വല്ലഭത്വം, ഈ കാര്യങ്ങളെല്ലാം ആണ് പറയുന്നത്. ശക്തി എന്നും വല്ലഭത്വം എന്നും ബലം എന്നും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. Here, beloveds, what are the things which are mentioned here? Mighty, glorious, power. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ബലമെന്നും ശക്തിയെന്നും ഒക്കെ പറയുമ്പോൾ ഒരാൾ നമ്മളോട് വല്ലതും ചെയ്താൽ അതിന് 10 ഇരട്ടി തിരിച്ചു ചെയ്യുന്നതാണ് ബലം എന്നാണ് നമ്മൾ കരുതുന്നത്. And we might think that mighty and power means if someone does one thing to us, we should do it 10 things to that person in retaliation. And we think that is might. ഒരാൾ എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാൽ അതിനെ വിട്ടുകൊടുക്കാതെ അതിന് തിരിച്ചടിക്കുന്നതാണ് ശക്തി എന്നാണ് ലോകം പറയുന്നത്. And in the world, people think if someone said something to us and we must retaliate, and that is what the world considered to be power or might. എന്നാൽ ഇവിടെ കണ്ടോ, പൗലോസ് പ്രാർത്ഥിക്കുന്ന, ദൈവമേ എനിക്ക് യഥാർത്ഥത്തിലുള്ള ശക്തിയും വല്ലഭത്വവും ബലവും വേണം. And here Paul is praying, God, give me the true might and true power in my life. അത് എങ്ങനെയാ ലഭിക്കുന്നത്? How we can receive these things? അടിക്ക് തിരിച്ചടിക്കുന്നതും ഒരു വാക്കിന് 10 വാക്ക് പറയുന്നതുമല്ല ബലം. The might is not when someone speak one bad word to us, we should not give back another 10 bad words to that person. That is not might or power. അവിടെ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ്? സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കും, അതാണ് ബലമെന്നും ശക്തിയെന്നും അവിടെ പറയുന്നു. And it's written here, for all patience and long suffering with joy, and that is the might and that is the power of God. പ്രിയപ്പെട്ടവരെ, നമ്മളെ അടിക്കുന്നതിന് തിരിച്ചടിക്കാൻ ശക്തി ഒന്നും വേണ്ട, പക്ഷെ അവനോട് ക്ഷമിക്കാൻ ശക്തി വേണം. And if someone beats us, we don't require much strength to beat that person, but to forgive that person, we truly need power of God. അവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന് സഹിഷ്ണുത, മറ്റേത് ദീർഘക്ഷമ. Here we find there are 2 things. One is patience and other one is long suffering. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ആ സാഹചര്യത്തോട് ചേർന്നാണ്, സാഹചര്യത്തോടുള്ള നമ്മുടെ പ്രതികരണമായിരിക്കണം സഹിഷ്ണുത. The patience means our response to the situation in which God has placed us. എന്നാൽ ദീർഘക്ഷമ എന്ന് പറയുന്നത് അത് നമുക്കെതിരായി പ്രവർത്തിച്ച വ്യക്തിയോടുള്ള ബന്ധത്തിലാണ്. And the long suffering means our response to the person who has insulted us or caused harm to us. ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള ശക്തിയും ബലവും ഒക്കെ അടങ്ങിയിരിക്കുന്നത് സാഹചര്യങ്ങളോട് സഹിഷ്ണുതയോടെ പെരുമാറുകയും വ്യക്തികളോട് ദീർഘക്ഷമയോടെ പെരുമാറുകയും ചെയ്യുന്നിടത്താണ് യഥാർത്ഥത്തിൽ ആ നിലയിലുള്ള ശക്തിയും ബലവും ഉണ്ടാകുന്നത്.
അതെനിക്ക് തരണേ എന്നാണ് പൗലോസിന്റെ പ്രാർത്ഥന. And what Paul was praying to God is the true might and true power, which is when in different situation, when God allows to be patient there and to be long suffering with people when they treat us badly or in a wrong way. And that is, it's the true might and power, and that is what Paul is asking God to give it to him. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ മാത്രമേ നമുക്ക് സഹിഷ്ണുതയോടും ദീർഘക്ഷമയോടും പെരുമാറാനായിട്ട് കഴിയൂ. My beloved, what I'm trying to say, it's only when we humble ourselves, we can be patient and long suffering towards others. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ശക്തിയും ബലവും താഴ്മയിലാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറയുന്നു, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം ഒന്നാമത് തങ്ങളെ തന്നെ താഴ്ത്തണം. And the true might and power is in humbling oneself, it's in humility. And that's why God is saying, my people who call upon my name, they should humble themselves. നമ്മൾ പറഞ്ഞു വന്നത് ദാവീദിനെ പോലെ നമ്മുടെ നിഗളത്തിന്റെ മുൻപാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താൻ ഒക്കും. And as I mentioned, like David has humbled himself over his pride, same way we can humble ourselves over the pride we see in our life. അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്കുണ്ടാകുന്ന സാഹചര്യത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താനായിട്ട് കഴിയും. Yeah, otherwise the different situation God allows in our life where we can humble ourselves. നമ്മളോട് മോശമായി പെരുമാറുന്ന വ്യക്തികളോട് ദീർഘക്ഷമ കാണിച്ച് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താനായിട്ട് കഴിയും. And we can be long suffering towards people who insult us, who harms us. Thereby we humble ourselves before God. എങ്ങനെയും താഴ്മ എന്ന ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. And God is really interested. Somehow the humility should work in our life. നമ്മള് ദിനവൃത്താന്തം 7:14 വായിക്കുന്നത്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന തങ്ങളെ തന്നെ താഴ്ത്തുക, രണ്ടാമത് പ്രാർത്ഥിക്കുക. And we read in 2nd Chronicle chapter 7, the people who call upon my name, they should humble themselves. പ്രിയപ്പെട്ടവരെ, ഈ മഹാമാരിയുടെ ഒക്കെ സമയത്ത് ചിലപ്പോൾ സഹോദരന്മാർ തമ്മിൽ ചോദിക്കാറുണ്ട്, ബ്രദറെ നമുക്ക് എന്തുവാ ചെയ്യാൻ ഒക്കുന്നത്? And during this time of pestilence, brothers used to ask brothers what we can do now. അപ്പോ ഏതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ പറയും, ബ്രദറെ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ എന്നാ നമ്മളെ കൊണ്ട് വെക്കുന്നു. And one of the brother who hears that, he will say, what we can do, we can only pray now. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്ന് അതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുക, ദൈവം അത് ആഗ്രഹിക്കുന്നു. Yeah, that is what God is expecting us. Let's humble ourselves and let's pray. And that is what God is expecting from us. പല സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവഭക്തന്മാരായ മനുഷ്യർ പല സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ച 221 സംഭവങ്ങൾ ബൈബിളിൽ മൊത്തമുണ്ടെന്നാണ് ഒരു കണക്ക്. And I've read that in the Bible there are 221 incidents where God's men of God prayed to God in different situations. അതിൽ 176 സംഭവങ്ങൾ പഴയ നിയമത്തിലാണ്. And out of that, 176 are mentioned in the Old Testament. അബ്രഹാം പ്രാർത്ഥിച്ചു, ദാവീദ് പ്രാർത്ഥിച്ചു, കേവലം പ്രാർത്ഥിച്ചു എന്നല്ല, പ്രാർത്ഥിച്ച ആ രംഗങ്ങൾ, അങ്ങനെയുള്ള ഇൻസിഡൻസ് പഴയ നിയമത്തിൽ 176 രംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. Like Abraham, David, like that, there are 176 incidents which are mentioned in the Old Testament where God's servants praying in different difficult situations to God. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്ന 45 സംഭവങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. When we come to the New Testament, we find that there are 45 incidents where God's people praying to God in different difficult times to God. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി
പ്രാർത്ഥിക്കാം. Beloved, let's humble ourselves and let's pray to God. പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഒരു സഹോദരൻ പറഞ്ഞു, ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കാൻ കണ്ണടയ്ക്കുമ്പോൾ എനിക്കെതിരെ വേല വെച്ചവന്മാരുടെ മോഹമാണ് എന്റെ മനസ്സിൽ വരുന്നത് എന്ന് ഒരു സഹോദരൻ സത്യസന്ധമായിട്ട് ഒരിക്കൽ. Once upon a time, one brother told me frankly that whenever I close my eye to pray, suddenly the picture of someone who has done harm to me comes to my mind. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, ബ്ലെസ്ഡ് അഷ്വറൻസ് എന്ന് പറയുന്ന പ്രശസ്തമായ പാട്ട്. Beloved, there is one famous song we often sing, Blessed Assurance, Jesus is mine. ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന ദൈവദാസിയാണ് ആ പാട്ട് എഴുതിയത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. What I heard is it is written by a godly woman, Fanny Crosby. Yeah, Fanny Crosby. ഫാനി ക്രോസ്ബി ഇന്ത്യയിൽ വന്ന് ആ നിലയിൽ ജീവിച്ച് ഇവിടെ തന്നെ മരിച്ച ഒരു സഹോദരിയാണ്. And she has, as a missionary, she came to India and finally she died here. അവളുടെ ജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണമായ കാര്യമെന്ന് പറയുമ്പോൾ തൻ്റെ നന്നേ ചെറുപ്പത്തിൽ 2-3 വയസ്സുള്ളപ്പോ ആ നിലയില് ഒരു ഡോക്ടർ തെറ്റായ ഒരു മരുന്ന് ചെയ്തത് മൂലം തന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. And early in life she had to go through a big tragedy in her life where she lost her eyesight, both eyes, because of the wrong medication given by the doctor. അതിനെ തുടർന്ന് അവൾ അന്ധയായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടതായിട്ട് വന്നു. And because as a result she have to live as a blind till her dying day. എന്നാൽ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തനിക്ക് വേണ്ടി തന്നെ ഈ നിലയിൽ അന്ധയാക്കിയ ആ ഡോക്ടർക്കെതിരെ അവൾ ഒരു വൈരാഗ്യം താലോലിച്ചു കൊണ്ട് നടന്നില്ല. But she never kept any vengeance against the doctor who has done such a harm to her life, making her blind throughout her life. അവള് ഒരിക്കലെ പറയുണ്ടായി, ഞാൻ ഒരു വിധത്തിൽ അന്ധയായത് നന്നായി. And she told once, it is good that I was blind. അന്ധയാകുന്നതിന് മുമ്പുള്ള 1-2-3 വർഷത്തെ കാഴ്ചയൊന്നും അവളുടെ മനസ്സിലില്ല. And when she had the eyesight, she had 2 or 3 years, but that time she don't remember at all her life. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ നിത്യതയില് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അന്ന് എൻ്റെ കണ്ണിന് 2 കണ്ണിനും കാഴ്ച ലഭിക്കും. ഞാൻ കണ്ണ് തുറന്ന് ആദ്യമായി എൻ്റെ കർത്താവിനെ കാണാനായിട്ടിടയാകും. ഇങ്ങനെ എനിക്കൊരു അവസരം തന്ന ആ ഡോക്ടർക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് ഫാനി ക്രോസ്ബി പറഞ്ഞു. And Fanny Crosby told that the first person I will see when I go to heaven will be my Lord Jesus. That day my eyes will be open, and therefore I thank the doctor. ഫാനി ക്രോസ്ബിയുടെ പാട്ടിലെ that is what we see it in her one of the poem or the song written by her. അവള് തന്റെ ഡോക്ടർക്കെതിരെ ഒരു വൈരാഗ്യം പ്രാർത്ഥിക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ തനിയെ ഇരിക്കുമ്പോഴാകട്ടെ അങ്ങനെ ഒരു വൈരാഗ്യം താലോലിച്ചില്ല. She never brooded any revenge in her heart against a doctor who has done such a harm to her life. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുക, സാഹചര്യങ്ങളുടെ മുമ്പാകെ നമ്മളെ താഴ്ത്തുക, വ്യക്തികളുടെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തുക. So my beloved, let us humble ourselves before God, before circumstance and before people. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Let's pray for such people. അത് മൂന്നാമതായിട്ട് നമ്മൾ ഇതിന്റെ 7-ന്റെ
14 കാണുന്ന മൂന്നാമത്തെ കാര്യം എന്റെ മുഖം അന്വേഷിക്കുക എന്നുള്ളതാണ്. The third thing we see it in 2 Chronicle chapter 7 verse 14 is seek my face. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. Seek God's face. 27 സങ്കീർത്തനം 8-9 വാക്യത്തിൽ നമ്മൾ കാണുന്നു, എന്റെ മുഖം അന്വേഷിക്കുകയും എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു. And Psalm 27 written by David, he says, one thing I desired of the there he says to behold the beauty of the Lord. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. അതിനോടുള്ള സങ്കീർത്തനക്കാരുടെ പ്രതികരണം, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു എന്ന്. And when God told him to seek my face, and the psalmist David respond to the Lord by saying, that is what I want to seek your face. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രംഗത്ത് ദൈവത്തിൽ നിന്ന് നമുക്ക് ഒരു സന്ദേശം ലഭിച്ചിരിക്കുകയാണ്, എന്റെ മുഖം അന്വേഷിപ്പീൻ. So at this particular time we have received a message from God saying we need to seek his face. നമുക്കതിന് പ്രതികരണമായിട്ട് പറയാം, എന്റെ ഹൃദയം പറയുന്നു, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. And in response we can say, my heart is saying I want to seek his face and I want to meet him. 27 സങ്കീർത്തനം 8-9 വാക്യങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. And what I told right now is Psalm 27 verse 8 and 9. 105 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തിൽ ഇടവിടാതെ അവിടുത്തെ മുഖം അന്വേഷിക്കുന്നതിനെ കുറിച്ച് പറയും. And Psalm 105 verse 4 and 5 says, seek his face for ever. ഇടവിടാതെ അവന്റെ മുഖത്തെ അന്വേഷിപ്പീൻ. And seek his face evermore. 24 സങ്കീർത്തനത്തിന്റെ 6 വാക്യം, ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ, യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. And it's written in Psalm 24 verse 6, it says, this is Jacob, the generation of those who seek him, who seek your face. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ എല്ലാം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ അതിനോട് ചേർന്ന് എന്ത് നടക്കും? And here we see what will happen when we seek the face of God. ദൈവത്തിന്റെ മുഖത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ കുറവുകളെ നമ്മൾ കൂടുതൽ കണ്ടെത്തിക്കൊണ്ടിരിക്കും. And what will happen in the light of his glory, we will see our need more and more. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് കണ്ടെത്തുന്നുണ്ടോ? ആഹ്വാനമാണ് എന്റെ മുഖം അന്വേഷിപ്പീൻ എന്നുള്ളത്. Beloved, is it truly happening in our life as we seeking his face? Are you able to see more of your need in your life? ഞാന് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന സാഗ്ബറിന്റെ ഒരു പുസ്തകം കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. And recently I was translating some portion of the book written by beloved brother Sakpunnen. ബ്രദർ അതിന്റെ അകത്ത് തന്റെ ഒരു ചെറിയൊരു അനുഭവം ഇങ്ങനെ പറയുകയാണ്. And in that he was mentioning about a small incident. താന് ഒരു സഭയിലേക്ക് വന്ന വിശ്വാസിയായ തനിക്ക് പരിചയമുള്ള ഒരാളോട് താന് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കേട്ട ശേഷം സാഗ്ബർ ഇങ്ങനെ പറഞ്ഞു. And he was listening to a brother who had some problem, and after listening to his problem, brother told him something like this. ബ്രദറിന്റെ പ്രശ്നം പണസ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ആ സഹോദരന്റെ മുഖത്ത് നോക്കി ഒരു ഡോക്ടർ ഒരു കാര്യം ഡയഗ്നൈസ് ചെയ്യുന്ന പോലെ ബ്രദർ പറഞ്ഞു. And brother Zach told to that brother, I feel your problem is the love of money, like a doctor diagnosing the sickness and telling the patient. പക്ഷേ അത് കേട്ട ഉടനെ തന്നെ ആ സഹോദരൻ പറഞ്ഞു, ഏയ് എനിക്ക് പണസ്നേഹവും ആ കാര്യമൊക്കെ എന്നേ ഞാൻ അതിനോടൊക്കെ സ്വതന്ത്രനായി കഴിഞ്ഞു. And that brother responded to Zach brother and told him, long back I have overcame that love of money in my life. I gave up all that.
ഉടനെ സാക് ബ്രദർ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് ബ്രദറെ, ഞാൻ ഇത്രയും വർഷമായിട്ടും ഞാൻ ഇപ്പോഴും അതിനോട് ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രദർ അതിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ സ്വതന്ത്രനായല്ലോ എന്ന് പറഞ്ഞു. And brother told him, praise the Lord, because even now I am battling in this area, and you overcame this temptation to love money long back. ബ്രദർ ആ സംഭവം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ചില നാളുകൾക്കുള്ളിൽ ഇതേ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ആ സഹോദരൻ വിശ്വാസം വിട്ടു പോകാനിടയായി. And there brother Zach mentioned after a while that brother has lost his faith due to the love of money. പ്രിയപ്പെട്ടവരെ, പണസ്നേഹം എന്ന് പറയുന്നത് ഈ ഉള്ളിയുടെ തൊലി പൊളിക്കുന്നത് പോലെയാണ്. Beloved, the love of money is just like a skin of an onion. നമ്മള് ആ ഉള്ളിയുടെ ഒരു ലെയർ തൊലി പൊളിച്ചു കഴിയുമ്പോൾ പിന്നെയും അതിനടിയിൽ മറ്റൊരു ലെയർ കാണാൻ കഴിയും. And like in the case of an onion, when we remove one layer, we find another layer inside. അത് പൊളിച്ചു കഴിയുമ്പോൾ അതിനടിയിൽ പിന്നെയും ഉണ്ട്. And when we remove the next layer, we find one more layer inside. ഓ ബ്രദർ സാക് ബ്രദർ പറയുന്നു, ഞാൻ ഇത്രയും വർഷമായിട്ടും ഈ കാര്യത്തിൽ ഇപ്പോഴും പിന്നെയും ഇതിന്റെ ആ ഉള്ളിയുടെ തൊലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറുതാണ് എങ്കിലും താൻ ഇപ്പോഴും അത് ചെയ്യുന്നു. And what brother Zach was saying, I was just removing the one layer after another layer. It's a very small onion, but still I am in that process. എന്നാൽ മറ്റേ അദ്ദേഹമോ അങ്ങനെ ഒരു കാര്യമേ ഇല്ല, താൻ അങ്ങനെ ഒരു കാര്യമേ കാണുന്നില്ല. And other brother saying that I don't see such thing in my life at all. കണ്ടോ പ്രിയപ്പെട്ടവരെ, എന്താണ് വ്യത്യാസം? ഇതിനെക്കുറിച്ചൊരു വെളിച്ചമില്ലാത്തതാണ് വ്യത്യാസം. And what is the difference between these two? Because one other brother did not have the light on this. ദൈവത്തിന്റെ മുഖത്തിന് മുൻപാകെ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളെക്കുറിച്ച് കൂടുതൽ വെളിച്ചം ലഭിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. And it is true that unless we live before the face of God, we will not get light upon ourselves. The more we live before God's face, more we get light upon our life. നമ്മള് പൗലോസിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. You know, we used to say about Apostle Paul. തന്നെ കുറിച്ച് ആദ്യകാലത്ത് ഞാന് മറ്റു കുഴപ്പമൊന്നുമില്ല എന്ന് താൻ തന്നെ കുറിച്ച് പറയുന്നു. And he used to say in the beginning, he used to say there is nothing wrong with me. എന്നാൽ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാണ് അവസാനം പറയുന്നത്. And when he came to the end of his life, this is what he told: I am the chief among the sinners. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് താനെ കൂടുതൽ വെളിച്ചത്തിൽ ജീവിച്ചത് കൊണ്ട് വളരെ ചെറിയ ഒരളവിലാണെങ്കിലും തന്നിലുള്ള തിന്മ ജീവിതത്തിന്റെ അവസാനത്തിലും തനിക്ക് കാണാനായിട്ട് കഴിയും. And since Paul lived in the face of God, and even though he had little sin in his life, but he could able to see that when he reached the towards end of his life. ദൈവത്തിന്റെ മുഖത്തിന് മുമ്പാകെ ജീവിക്കുന്നതിന്റെ പ്രയോജനം ഇതാണ്. And this is a benefit of living before God's face. റോമർ 8:29 അനുസരിച്ച് കർത്താവിന്റെ സ്വഭാവമാണ്, അതിനോട് അനുരൂപപ്പെട്ട് ജീവിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. And in Romans chapter 8 verse 29, it's written there why God has called us, so that we can be conformed to the image of God. പ്രിയപ്പെട്ടവരെ, അതാണ് കർത്താവിന്റെ സ്വഭാവമാണ് നിലവാരമെങ്കിൽ നമുക്ക് സത്യസന്ധതയോടെ ഞാൻ ഇപ്പോഴും അതിനായിട്ട് ആഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. And if the life of God is our standard, then we need to say that I'm still pressing on to reach that mark. അതിനു പകരം അതൊക്കെ ഞാൻ എന്നെ കീഴടക്കി കഴിഞ്ഞു, അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മുഖത്തിന്റെ ആ വെളിച്ചത്തിന് മുമ്പാകെ തന്നെ കാണുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. And if we are not able to see our need, or if you say that
I overcame all that long ago. It only shows that we are not seeing the light comes from the face of God. കേവലം എന്തെങ്കിലും പറയുന്നതല്ല ഞാൻ ആ പറഞ്ഞതിന്റെ ചുരുക്കം. So the nutshell of what I'm saying is not just saying something. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനോഭാവം ദൈവത്തിന്റെ വെളിച്ചത്തിന് മുൻപാകെ നടക്കുമ്പോൾ നമ്മളെ തന്നെ കൂടുതൽ നമ്മുടെ കുറവുകളെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. The mentality is that when we live truly before God's face, we will get more light on ourselves. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാലാമത് പറഞ്ഞ കാര്യം, ദുർമാർഗങ്ങളെ വിട്ട് തിരിയുക എന്ന് പറയുന്ന നാലാമത്തെ പടി നടപ്പാകുന്നു. And based on that, the four things is mentioned in 2 Chronicle chapter 7, verse 14. Then you will turn away from your wicked ways. That is a result of seeing light from God. ദുർമാർഗം എന്ന് പറയുമ്പോൾ എന്തോ വലിയ കാര്യങ്ങളാണ് എന്ന് വിചാരിക്കേണ്ട. And when you read a wicked ways, don't think that it's a very gross sin. ഒരുപക്ഷെ ലോകം നമ്മളെ നോക്കുമ്പോൾ ഒരു തെറ്റും പറയാനില്ലാത്തവർ എന്നായിരിക്കും ലോകം നമ്മെ കുറിച്ച് പറയുന്നത്. And the world looks at, they may not be able to find any obvious sin in our life. We might seem to be okay with them. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവം എന്ന നിലവാരവുമായി ബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് പിന്നെയും നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ അവിടുത്തെ വെളിച്ചത്തിൽ നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയാൻ ധാരാളം അവസരം യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. When we really keep the life of Jesus as our goal or the standard, then we will find there are many things in our life where we need to humble ourselves, where we need to seek God's face and turn away from wicked ways. There are many areas in which we have to work out our salvation. ഇങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം അതിന്റെ മറുവശത്ത് എന്ത് ചെയ്യും? 3 കാര്യങ്ങൾ ദൈവം ചെയ്യും. When we do this 4 things, God will do the 3 things which are mentioned here. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. God will hear our prayer from heaven. ക്ഷമിക്കും. He will forgive our sins. 3 ദേശത്തിന് സൗഖ്യം. And the third thing is he will heal our land. പ്രിയപ്പെട്ടവരെ, താഴ്ത്തിയതും പ്രാർത്ഥിച്ചതും മുഖം അന്വേഷിച്ചതും ദുർമാർഗത്തെ വിട്ട് തിരിഞ്ഞതും ഒക്കെ തന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന തന്റെ ജനമാണ്. And the people who humble himself and who pray, seek his face, turn away from wicked ways are the people who call upon the Lord. പക്ഷെ അതിന്റെ പ്രയോജനം കിട്ടുന്നത് ആർക്കൊക്കെയാണ്? But who are the people who get the benefit of these 4 things? ആ ദേശത്തിന് സൗഖ്യം, ദേശത്തിന് സൗഖ്യം. The land receive the healing. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, പ്രിയപ്പെട്ടവരെ, ഈ മഹാമാരിയുടെ ഈ രംഗങ്ങളിൽ നമുക്ക് നമ്മുടെ വിശുദ്ധിയെ തികയ്ക്കാനായിട്ടുള്ള ഒരു വിളിയാണുള്ളത്. And what I want to convey is that in the midst of this pestilence, we have a call to work out our own salvation. 2 കൊരിന്ത്യർ 7:1 ജഡത്തിലെയും ആത്മാവിനെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന് വായിക്കുന്നു. In 2 Corinthians chapter 7 verse 1 we read, let us cleanse ourselves from all filthiness of the flesh and spirit, perfecting holiness in the fear of God. ജഡത്തിലെ കന്മഷം താരതമ്യേന ചിലപ്പോൾ കൂടുതൽ പ്രകടമായിരിക്കാം, പക്ഷെ അതിലും ആഴത്തിലാണ് ആത്മാവിലെ കന്മഷം. And the filthiness of the flesh is maybe very evident, but to see the filthiness there is in our spirit, we need the light from God. ഈ മഹാമാരി നമുക്ക് തരുന്ന ഒരു സാധ്യതയെക്കുറിച്ചാണ് ഈ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത്. So what we have meditated is what this pestilence can do in our life. അവിടെ പ്രിയപ്പെട്ടവരെ, ഈ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ഇതിൽ നിന്ന് നമുക്കൊരു പ്രയോജനം എടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ ചിന്തിച്ചത്. So what we have meditated is in the midst of this turmoil and tragedy that we can get benefit from God's. ദേശത്തിന് സൗഖ്യം, നമുക്ക് കൂടുതൽ വിശുദ്ധി.
and the land receive the healing, and we get more holiness in our life. ഞാനൊരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. Let me read one more verse and I will conclude by that. ഹോശിയായുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. Hosea chapter 6 verse 1 and 2. അവിടെ നമ്മൾ കാണുന്നു, വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കിട്ടും, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. And it's read in Hosea chapter 6 verse 1 and 2. Come, let us return to the Lord. He has torn, but he will heal us. He has stricken, but he will bind us up. And after 2 days he will revive us. And on the third day he will rise us up, that we may live in his sight. കണ്ടോ, വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. നമുക്ക് ഈ സമയത്ത് കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈ മഹാമാരിയിലൂടെ ലഭിക്കുന്നത്. So what the challenge we receive in the time of this pestilence is, come, let us return to the Lord. നമുക്ക് കൂടുതൽ വിശുദ്ധിയെ തേക്കാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈ മഹാമാരി നമുക്ക് തരുന്നത്. What this pestilence gives us is a more challenge to cleanse ourselves. നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് അവിടുത്തെ വെളിച്ചത്തിന് മുൻപാകെ നമ്മുടെ കൊച്ചു തെറ്റുകളെ പോലും വിട്ടു തിരിയാനുള്ള ഒരു വലിയ വിളിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. So in this pestilence we get a challenge to even to humble ourselves, seek his face, and turn away from even the smallest sin in our life. അത് ചെയ്യുമ്പോ അതിന്റെ ഫലമായിട്ട് എന്താ കാണുന്നത്? അതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് ദേശത്തിന് സൗഖ്യമാണ്, അത് അവർക്ക് ലഭിക്കും. So what is the benefit it happened when we humble ourselves, seek his face, and turn away from our wicked? The nation receive the healing. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. And as is written Hosea, after 2 days he will revive us, and on the third day he will rise us up. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പ്രവചനം കൂടിയാണ് 3-ാം ദിവസം അവൻ എഴുന്നേൽപ്പിക്കും എന്ന് പറയുന്ന. This verse is a prophetic word about the resurrection of Jesus, that on that third day he will be raised up. പ്രിയപ്പെട്ടവരെ, പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വരും. And beloved, we will come out with the resurrection power of Jesus. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകണ്ട. So therefore let's not lose our heart. നമുക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് പ്രയോജനമായിട്ട് നിത്യതയുമായി ബന്ധപ്പെട്ട് പ്രയോജനമുള്ള കാര്യങ്ങൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം. And so in the midst of this, let's fix our eyes on eternity, and let's take hold of the things which are eternally beneficial for our life. നമ്മൾ ആ കാര്യത്തിനായിട്ട് മനസ്സ് വെച്ച് അങ്ങനെ പോകുമ്പോൾ അതിന് സമാന്തരമായിട്ട് ദേശത്തിന് സൗഖ്യം ലഭിക്കും. എത്ര അനുഗ്രഹീതമായ ഒരു കാര്യം! When our heart is set on that, what a benefit the nation will get. The nation will get the healing. ഇവിടെ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലടിപ്പാടുകളെ പിന്തുടരുകയാണ്. Here we are following the footstep of our Lord Jesus Christ. യേശുവിന് യെശയ്യാവിന്റെ പുസ്തകം 53 നമ്മൾ വായിക്കുന്ന പോലെ അവിടുത്തെ അടിപ്പിണർ ലോകത്തിന് എന്താണ് സൗഖ്യം? And we read it in the book of Isaiah 53, by his stripe what the world get, the world got healing. ഇവിടെ നമുക്ക് ആ നിലയിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും വിശുദ്ധിക്കായിട്ടുള്ള ആ നിലയിലുള്ള അന്വേഷണങ്ങളും എല്ലാം, അതിന്റെ പ്രയാസങ്ങളെല്ലാം നമുക്ക്, ദേശത്തിന് സൗഖ്യം മറ്റുള്ളവർക്ക്. And as we go through this time of pestilence, we go through trials, we go through difficulty, and when we go through that in submission to God, what the nation get is nation receive finally the healing. പ്രിയപ്പെട്ടവരെ, അടിപ്പിണര് നമുക്ക്, അത് സൗഖ്യം മറ്റുള്ളവർക്ക്. And the stripe we receive it, and the others get the benefit, they get the blessing. ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലടിപ്പാടുകളെ പിന്തുടരാനും ഉള്ള വലിയ ഭാഗ്യം
ഈ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. And we get a privilege to follow the footstep of Jesus in this time of pestilence. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകല്ലേ, Therefore, let us not lose our heart. വിഷമിക്കല്ലേ. Don't be sorrowful. ലോകമനുഷ്യരെ പോലെ നിരാശപ്പെടരുത്. Don't be like the worldly people who lost their hope. ഈ സാഹചര്യത്തിലും ദൈവത്തിന്റെ പ്രതീക്ഷ തന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന തന്റെ ജനത്തിലാണ്, നമ്മിലാണ്. And in the midst of this pestilence, only the hope God is His people who call upon His name. നമുക്ക് ഈ സമയത്ത് ദൈവത്തെ തന്നെ അന്വേഷിക്കാം. So in this time, let's seek His face. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. So shall we pray? ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, Our Heavenly Father, our Lord, കർത്താവേ, ഈ ലോകം മുഴുവൻ ഒരു മഹാമാരിയുടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, Lord, as the entire world is going through this time of pestilence, ഞങ്ങൾക്ക് വിശുദ്ധിയെ തേക്കാനുള്ള വലിയ സാധ്യതയാണ് ഇവിടെ ഉള്ളത് എന്ന് ഞങ്ങൾക്ക് ചിന്തിപ്പാനിടയായതിനായിട്ട് സ്തോത്രം. and in the midst of this, you have given us a great opportunity to cleanse ourselves and grow in holiness, and that's what we meditated today, Lord. ഈ സാധ്യതകളെ ഈ ദിവസത്തിൽ ഞങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണേ കർത്താവേ. Lord, please give us a grace so that we can put this into practice in our life in these days. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും അങ്ങേ സ്തുതിക്കുന്നു. Lord, I want to thank you for everyone who listened to your word today. സഹോദരന്മാർക്കായിട്ട് സ്തോത്രം, സഹോദരിമാർക്കായിട്ട് നന്ദി. Thank you, Lord, for the brothers, and thank you, Lord, for the sisters. ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Father, we commit our young people and children, and we want to keep them in your hand, and we pray. അനുഗ്രഹ നിറവോടെ സന്തോഷത്തോടെ ഈ സാഹചര്യങ്ങള് എന്തിനു വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് നൽകുന്ന തൃപ്തിയോടെ ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിച്ചാട്ടെ. Lord, please bless us, give us a real understanding to know why you allowed this pestilence in the land. ഞങ്ങളെ വീണ്ടും അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. We commit ourselves again into your hand. കർത്താവേ, അവിടുന്ന് ദേശത്തിന് സൗഖ്യം നൽകും. Lord, you are the one who healed the land. മൂന്നാം ദിവസം അവിടുന്ന് ഞങ്ങളെ ഉയർപ്പിക്കും. On the third day, you will rise us up. ഞങ്ങളുടെ മുഴുവൻ പ്രത്യാശയും അങ്ങിലാണെന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഏറ്റു പറയുന്നു. Lord, we want to confess that all our hope is in you alone. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Thank you, Lord. Thank you, Lord. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. Thank you, Lord, for hearing our prayer. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. I ask everything in the precious name of our Lord Jesus Christ. Amen.